ഇയാൾക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ അല്ലേ പറഞ്ഞത്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ലെയർ കട്ട് അടിച്ചിട്ടാണ് ചെയ്യുക. ലെയർ അടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു എൻഡിലേക്ക് വീവ് കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ. അത് നമുക്ക് കെമിക്കൽ വെച്ചിട്ട് വേണമെങ്കിലും പ്രോട്ടീൻ വെച്ചിട്ട് വേണമെങ്കിലും രണ്ടിലും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ കെമിക്കലിലാണ് ചെയ്യാൻ പോകുന്നത്. അത് ഇത്രയും ഏരിയ സ്ട്രെയിറ്റ് ആയിരിക്കും, എൻഡ് പോർഷൻ കുറച്ച് വേവി ആയിരിക്കും. അപ്പം കുറച്ചൊരു ബൗൺസി ലുക്ക് ഉണ്ടാവും. നമ്മളിങ്ങനെ പിൻ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കൂല, താഴെ വരെ പോയിന്റ് ചെയ്തിട്ട് അങ്ങനെ കിടക്കൂല. എൻ്റെ ഭാഗം കുറച്ച് വേവി ആയിട്ട്. ഈ ചെയ്യുന്നത് തന്നെ ഇയാൾക്ക് ഈ ഒരു തവണയെ ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലോ ഡ്രൈ, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ എന്ന് പറയുമ്പോൾ കെമിക്കൽ വെച്ച് ചെയ്യുന്നത്. കെമിക്കൽ വെച്ച് ചെയ്യുമ്പം ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടിയിലേക്കൊന്നും നമ്മൾ വീണ്ടും ക്രീം അപ്ലൈ ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഈ ഗ്രോത്ത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ റൂട്ടീൻ ചെയ്യൂലേ? റീഗ്രോത്ത് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് എപ്പോഴും നമ്മുടെ ഇവിടുന്ന് വരാം. അപ്പം നമ്മൾ ഈ ഒരു ഏരിയ മാത്രമാണ് റീഗ്രോത്ത് ചെയ്ത് പോവുക. ഈ കെമിക്കൽ ഒരിക്കലും അപ്ലൈ ചെയ്ത മുടിയിൽ വീണ്ടും അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഒരു തരം ഫ്രിസി ആയിട്ട് വരും. നമ്മൾ ക്രിമ്പൊക്കെ ചെയ്താലുണ്ടാവുന്ന എഫക്റ്റ് ഇല്ലേ, അതുപോലെ ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് വരും. അപ്പോൾ ഇത്രയും മുടിയിലാണ് ചെയ്യുക. അപ്പോൾ ഈ താഴത്തെ മുടി സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് താഴേക്ക് ലെങ്ത്ത് വരുമല്ലോ. അപ്പോൾ നമ്മൾ താഴെ ഈ ട്രിം ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഈ എൻഡിൽ നമ്മൾ വിട്ട മുടി പോവും. അത് പോയി വരുന്നതിനനുസരിച്ച് ഇയാളുടെ ഫുൾ ഹെയറും സ്ട്രെയിറ്റ് ആയിട്ട് മാറും. സെയിം, അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് അവിടെയും ചെയ്യുക. പക്ഷെ നമ്മൾ ഇത്രയും നമ്മളെ റീഗ്രോത്ത് ഫ്രഷ് എയർ ഏതാണോ അതിൽ ചെയ്യും.